പശ്ചിമേഷ്യയിലെ യുദ്ധകാർമേഘങ്ങൾക്കിടയിൽ ഇറാൻ മുന്നോട്ടുവെച്ച 10-ഇന സമാധാന കരാർ അമേരിക്കയെയും ട്രംപ് ഭരണകൂടത്തെയും വിയർപ്പിക്കുന്നു. കരാറിലെ 10-ൽ 9 നിർദ്ദേശങ്ങളും അമേരിക്കയ്ക്ക് അപ്രായോഗികവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന വിലയിരുത്തലുകൾക്കിടയിലും തൽക്കാലം നാണക്കേട് ഒഴിവാക്കാൻ 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് തടിയൂരിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇറാന്റെ കടുത്ത ഉപാധികൾ പൂർണ്ണമായി തള്ളിക്കളയാൻ അമേരിക്ക തയ്യാറാവാത്തത് ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന ഭീതി പരത്തുന്നു. ഇറാൻ മുന്നോട്ടുവെച്ച വ്യവസ്ഥകൾ നയതന്ത്രപരമായി അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. പ്രായോഗികമായി നടപ്പിലാക്കാൻ അസാധ്യമായവയാണ് ഇതിൽ ഭൂരിഭാഗവും. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ അവഗണിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന ശാഠ്യം. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ അമേരിക്ക പുലർത്തുന്ന സൈനിക മേധാവിത്വം അവസാനിപ്പിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സേനയെ പിൻവലിക്കണമെന്ന ആവശ്യം. ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾക്കെതിരായ നീക്കങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറണം. ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിനൊപ്പം തന്നെ ഇതുവരെയുണ്ടായ നഷ്ടങ്ങൾക്ക് ഭീമമായ നഷ്ടപരിഹാരം നൽകണം. ഈ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല.